അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ എന്നിപ്പോൾ നമ്മക്ക് അരിപ്പൊടിയും ശർക്കരയും വെച്ചുകൊണ്ട് ആവിയിൽ വേവിച്ച് നല്ലൊരു പലഹാരം തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ, അല്ലാതെ നമ്മൾ ഇതിക്ക് വേറൊന്നും ചേർക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നാണ് ഉണ്ടാക്കി വെക്കാനും പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചതായതുകൊണ്ട് തന്നെ ഇപ്പം ഇനി ഇടയ്ക്ക് രാവിലെ ചായക്കടി കഴിക്കാണ്ടും വൈകുന്നേരം ചായക്കടി കഴിക്കാണ്ടും ഒക്കെ ഒന്നാണ് ഉണ്ടാക്കി നോക്കാം. എണ്ണക്കടി തീർപ്പതില്ലാത്തവർക്കൊക്കെ ഒന്നാണ് തിന്നു നോക്കാനും പറ്റും. അപ്പോൾ എന്നാൽ ഇനി നമുക്ക് ഒന്നാണ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ടേ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഉണ്ടല്ലോ, പൈമലും കൂടി നിങ്ങളൊന്നാണ് തൊട്ടും കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പങ്ങൾക്കാണ് കാണും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി കാണും നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യാലോ. പിന്നെ പൈമ കാണില്ല നിങ്ങളെ ലൈക്ക്, അപ്പോൾ പൈമലും കൂടി നിങ്ങളൊന്നാ തൊട്ടെടുത്താൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പലഹാരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് ഞമ്മക്കാണ് മനസ്സിലാക്കും ചെയ്യുക. അപ്പം നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തുക്കണത്. ഇതിപ്പോൾ ഇനി അരിപ്പൊടി വറുത്തതാണെങ്കിലും തിരക്കടില്ല, ഇനിയിപ്പോൾ വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്നാണ് വറുത്തെടുക്കണം. വറുത്ത പൊടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കൂടി ഒന്നാണ് വറുക്കും ചെയ്യുക. ഇനിയിപ്പോൾ വറുക്കാത്ത പൊടിയാണെങ്കിൽ നമുക്ക് നല്ലോണം ഒന്നാണ് വറുത്തെടുക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടി ഒന്നാണ് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുക്കണ്. ഇനി നമുക്കിത് കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ട് ഒന്ന് നല്ലോണം ഒന്നാണ് വറുത്തെടുക്കണം. അപ്പോൾ തിജ് കൂട്ടിക്കൊടുത്താൽ ഇത് പെട്ടെന്ന് കരിയും, അല്ലെങ്കിൽ അടി പിടിച്ചൊക്കെ ചെയ്യും, പൊടിയാണല്ലോ. അപ്പോൾ പിന്നെ തിജ് നല്ലോണം കുറച്ച് വെച്ച് കാണ്ട് നമുക്ക് നല്ലോണം ഒന്നാണ് വറുത്തെടുക്കുക. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ വറുത്തെടുക്കണമെന്ന് വെച്ചാൽ പിന്നെ വല്ലാതെ അങ്ങോട്ട് അടി പിടിച്ചൊന്നുമില്ല. എന്നാലും വേണം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. തിജ് പറ്റാൻ കുറച്ച് കൊടുത്ത് കാണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാണ് ഇളക്കിക്കാണ്ട് നമ്മൾ ഈ അരിപ്പൊടിൻ്റെ ഒക്കെ ഒരു നല്ലൊരു വാസന വരുമല്ലോ. അരിപ്പൊടിയൊക്കെ വറുവായി അങ്ങക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഒരു വാസന. അപ്പോൾ ആ ഒരു വാസന വരുന്നത് വരെ നമുക്കിത് നല്ലോണം ഒന്നാണ് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിതിക്ക് എണ്ണയൊന്നും പാരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ വറുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറഞ്ഞ തിജിലും വെച്ച് കാണ്ട് ഒരു കുറഞ്ഞൊരു കളറൊക്കെ മാറി വന്നിക്കണ്. അപ്പോൾ അതുവരെ നമ്മളിത് നല്ലോണം ഒന്നാണ് വറുത്തെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തേക്ക് ഒന്നാണ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു കുറച്ച് തേങ്ങ ചിരണ്ടിക്കാണ്ട് അതും ഇതിക്കാണ് ഇട്ട് കൊടുത്തുക്കണ്. അപ്പോൾ എണ്ണയാളെ ഇനിയിപ്പോൾ തേങ്ങ ഇടാനൊന്നും പ്രത്യേകിച്ച് കണക്കും കജ്ജൊന്നുമില്ലേ. അപ്പം നമ്മളെടുത്തുള്ളതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ കുറച്ച് കൂടിയില്ലിക്കാണ്ട് ഇപ്പോൾ നല്ല രസം തന്നെയല്ലേ കാരം. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിക്ക് ഒരു കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന്മേൽ കൂടെ ഇങ്ങനെ കറുത്ത എള്ളൊക്കെ കാണുമ്പോൾ നല്ല ചുറുക്കിയേക്കാരം, എന്നാൽ കടിച്ചുമ്പോൾ നല്ല രസം തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ. അപ്പം നിങ്ങളടുത്ത് കൊടുന്നച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതിപ്പോൾ ഇല്ലെങ്കിൽ തിരക്കടൊന്നും ഇല്ലേനു. പിന്നെ ഇപ്പോൾ ഇതിക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പും തന്നെ വേഗം ഏറിപ്പോകുമല്ലോ, അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ചൊയ് മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായ് പൊടിച്ചത് അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ലേശം പഞ്ചസാര കൂട്ടി കാണാൻ പൊടിച്ചതേനു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യം വരുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാൻ നല്ല സുഖമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ 2-3 ഏലക്കായൊന്നും ഇപ്പോൾ നമുക്ക് മിക്സിയിലൊന്നും പൊടിഞ്ഞ് കിട്ടൂലല്ലോ. അപ്പോൾ ലേശം പഞ്ചസാരയും കൂട്ടിക്കാണ്ടേ ഇങ്ങനെ ഒന്നാണ് പൊടിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പാടെ നമുക്ക് കൂട്ടിക്കാണ്ട് ഇളക്കി കൊടുത്തുകാണ്ടേ നമുക്കതൊരു ഭാഗത്തേക്ക് ഒന്നാണ് എടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 അച്ച് ശർക്കര എടുത്തുകാണ്ടേ ലേശം വെള്ളവും പറന്നുകാണ്ട് ഒന്നാണ് ഉരുക്കാൻ വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാൻ വെക്കുമ്പോൾ തോനെ വെള്ളം വെക്കേണ്ട ആവശ്യമില്ലേ. നമുക്ക് നല്ല കട്ടിയിലാണിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ പിന്നെ തോനെ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പം അങ്ങനെ നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ നല്ലോണം ഉരുകി വന്നുകണു. ഇനി നമ്മളെ തിരിച്ചൊന്നാണ് കിടത്തി കൊടുത്തുകാണ്ടേ ഈ ശർക്കരപ്പാനി നമുക്ക് ഒന്ന് അരിച്ചുകാണ്ട് നമുക്ക് ഈ പൊടിയൊക്കെ പാർന്നു കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ച വെള്ളമൊക്കെ പാടൊന്നും പാർന്നു കൊടുക്കണ്ട. ആദ്യം നമ്മൾ കുറച്ചൊന്ന് പാർന്നുകാണ്ട് നമുക്ക് നോക്കിയതിന് ശേഷം പിന്നെ വെള്ളം ആവശ്യമാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ പാർന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം കജ്ജുകൊണ്ട് തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ല എണ്ണയാളെ ഞങ്ങളിത് ഈ ഒരു പാകത്തിന് നല്ല കട്ടിയിലയക്കാണ്ടാണ് ഇപ്പോൾ നമ്മളെ മാവ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം ഒന്നാണ് കുഴച്ചെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തുകാണ്ട് നമുക്ക് ഏത് കോലത്തിലും ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്തുകാണ്ട് ഇതേപോലെ കജ്ജിൽ വെച്ച് കാണും നല്ലോണം ഒന്നാണ് ഉരുട്ടിക്കാണ്ട് ഈ കോലത്തിലൊന്നാണ് പരത്തിക്കാണ്ട് നമ്മൾ കട്ലറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ഒരു കോലത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടില്ല എണ്ണയാളെ ഞങ്ങളിപ്പോൾ ഇത് അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് കാട്ടാം. ഇപ്പോൾ ഇതേപോലെ തന്നെ ഒന്നും ആയിക്കോളണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോലത്തിലൊക്കെ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ ഓരോ ഉരുളണ്ണാക്കിക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പെരുത്തിക്കാണ്ട് കടലറ്റിൻ്റെ കോലത്തിലാക്കി വെച്ചിക്കണ്. ഇനിയിപ്പോൾ നമ്മളിത് നല്ലോണം തന്നെ ആവിയിൽ വേവിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിക്കണ്.
ഇങ്ങോട്ട് അതിക്ക് കുറച്ച് വെള്ളവും പറഞ്ഞു കൊടുത്തുക്കണ്. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിക്ക് ഒരു സ്റ്റാൻഡുമ്മ വെച്ചുകാണ്ട് ഇതിക്ക് വെച്ചുകാണ്ടേ ഓരോന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്തുകാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കാണ് വെച്ച് കൊടുത്താൽ നല്ല എളുപ്പത്തിൽ നമുക്കിത് കിട്ടും. ഇനിയിപ്പോൾ ഇഡ്ഡലി പാത്രം ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ആവിയിൽ വേവിച്ചെന്ന് വെച്ചാൽ ആ കോലത്തിലൊക്കെ ഒന്നാണ് കാട്ടി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിക്കൊക്കെ വെച്ച് കൊടുത്തുക്കണ്. ഇനി നമുക്ക് ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത കോലത്തിൽ വെച്ചുകാണ്ട് നല്ലോണം ഒന്നാണ് വേവിച്ചെടുക്കുക. അപ്പോൾ തോനെ നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ, നമ്മളിപ്പോൾ അരിപ്പൊടിയൊക്കെ നല്ലോണം വറുത്തെടുത്തതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം മുസാറായിട്ട് നമുക്ക് ഇതാണ് കിട്ടും ചെയ്യും. അപ്പോൾ തീച്ചൊക്കെ ഒരു പാകത്തിന് വെച്ചുകാണ്ട് ഒരു 15 മിനിറ്റ് വേവിച്ചുമ്പോൾ തന്നെ അത് ഉസാറായിട്ട് വെന്ത് കിട്ടിയേക്കുവേ. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിക്കണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ നോക്കാനുണ്ണിയാളെ നമ്മൾക്ക് ഉസാറായിട്ട് ഇപ്പോൾ ഇത് വന്നിക്കണേ. അപ്പോൾ എത്ര പണിയുള്ളൂ ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും തിന്നാൻ പറ്റിയൊരു പലഹാരമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നല്ല എളുപ്പമാണ് ഇപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മടിച്ചില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ നമുക്കൊരു ലൈക്കും തരും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ടേ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഞാൻ തൊട്ടെടുത്ത് കാണുമെന്നാണ് കണ്ടോളി. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ചെയ്യാലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണുങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യാലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്ന വരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും